നിങ്ങൾ രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുകയായിരിക്കും. വീട്ടിലെല്ലാം എല്ലാ വാതിലുകളും പൂട്ടിയിട്ട് റൂമിൽ കിടന്നുറങ്ങുകയെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ജനലിൽ കൂടെ ഒരു രൂപം അകത്തേക്ക് വരുന്നു. അയാളുടെ കയ്യിലൊരു തോക്കോ കത്തിയോ എന്തോ ഉണ്ട്. അയാളുടെ ഉദ്ദേശം നിങ്ങളെ കൊല്ലുക എന്നതാണ്. 1984 1985 ഇടയിൽ കാലിഫോർണിയയിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു പേടിയിലാണ് ഓരോ രാത്രിയും തള്ളി നീക്കിയത്. വേനൽക്കാലത്തുണ്ടാകുന്ന ആ ചൂടിൽ പോലും ജനങ്ങൾ വീടിൻ്റെ ജനലുകളും വാതിലുകളും ഇരുമ്പ് കമ്പികൾ വെച്ച് പൂട്ടി തോക്കുകളും വാങ്ങി കാവലിരുന്ന കഥ. രാത്രി 9 മണി കഴിഞ്ഞാൽ ജനങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിച്ചിരുന്ന കാലം. കാരണം ആ ഇരുട്ടിൽ ഒളിച്ചിരുന്ന ആളുകളെ വേട്ടയാടാൻ ഒരു മനുഷ്യമൃഗം ഇറങ്ങിയിരുന്നു. മാധ്യമങ്ങൾ അവനെ ഒരു പേരിട്ട് വിളിച്ചു, ദ നൈറ്റ് സ്റ്റോക്കർ. ഈ പേര് പിന്നിൽ ഒരു ഹോളിവുഡ് കണക്ഷൻ ഉണ്ടായിരുന്നു. 1974 അമേരിക്കയിൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന രാത്രികാലങ്ങളിൽ വാമ്പയർമാരെ വേട്ടയാടുന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ കഥ. ദ നൈറ്റ് സ്റ്റോക്കർ എന്ന ഹൊറർ TV സീരീസിൽ നിന്നാണ് ലോസ് ഏഞ്ചൽസ് ടൈംസിലെ ഒരു റിപ്പോർട്ടർ ഈ പേര് കണ്ടെത്തിയത്. ഈ പേര് കൂടെ വന്നതോടെ ആ കൊലയാളികളുടെ ഉള്ളിലെ അഹങ്കാരം കൂടുകയും ചെയ്തു. അവൻ സ്വയം ഒരു അമാനുഷിക ശക്തിയായിട്ട് കരുതി. നീണ്ട ചുരുണ്ട മുടിയും കണ്ണുകളിൽ സാത്താൻ്റെ ക്രൂരതയും ഒളിപ്പിച്ച റിച്ചാർഡ് റാമറസ് എന്ന കൊലയാളി ആരായിരുന്നു? നമുക്കിന്ന് നോക്കാം. 1960 ഫെബ്രുവരി 29 ടെക്സാസിലെ എൽ പാസോയിലാണ് റിച്ചാർഡ് റാമറസ് ജനിക്കുന്നത്. റിക്കാർഡോ ലെയ്യോ മുനോസ് റാമറസ് എന്നായിരുന്നു അയാളുടെ യഥാർത്ഥ പേര്. ഒരു റെയിൽവേ ജോലിക്കാരനായിരുന്നു അവൻ്റെ അച്ഛൻ. ദിവസേന മദ്യപിച്ച് വന്ന് അവനെ വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു. റിച്ചാർഡിന് 5 വയസ്സുള്ളപ്പോൾ ഒരു ഊഞ്ഞാൽ വന്ന് അവൻ്റെ തലയിലിടിക്കുകയും പിന്നെ 10 വയസ്സിലുണ്ടായിട്ടുള്ള ഒരു സ്റ്റീൽ കമ്പിയുടെ അപകടത്തിലും അവന് കഠിനമായ അപസ്മാരം പിടിപെട്ടിരുന്നു. അച്ഛൻ്റെ മർദ്ദനത്തിൽ പേടിച്ചിട്ട് റിച്ചാർഡ് എല്ലാ ദിവസവും രാത്രിയിൽ വീടിന് തൊട്ടടുത്തുള്ളൊരു സെമിത്തേരിയിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ അവനിൽ ഒരു സാത്താനിക് ചിന്തകളെല്ലാം ഉണ്ടായിരുന്നു. റിച്ചാർഡ് 10 വയസ്സ് മുതൽ തന്നെ ഡ്രഗ്സിന് അടിമയായിരുന്നു. എന്നാൽ റിച്ചാർഡിൻ്റെ ഉള്ളിലെ കൊലയാളിയെ പൂർണ്ണമായിട്ട് ഉണർത്തിയത് അവൻ്റെ കസിനായിട്ടുള്ള മിഗുവലായിരുന്നു. വിയറ്റ്നാം യുദ്ധം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഒരു സൈനികനായിരുന്നു മിഗുവൽ. യുദ്ധത്തിനിടയിൽ അവൻ ക്രൂരമായി ഉപദ്രവിക്കുകയും തലയറുത്ത് കൊല്ലുകയും ചെയ്ത സ്ത്രീകളുടെ പോളറോയിഡ് ഫോട്ടോകൾ അവൻ ആ കൊച്ചുകുട്ടിയെ കാണിച്ചു കൊടുത്തു. ശേഷം അഭിമാനത്തോടു കൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. റിച്ചാർഡിന് 13 വയസ്സുള്ളപ്പോൾ അവൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ മിഗുവൽ തൻ്റെ ഭാര്യയെ വെടിവെച്ച് കൊന്നു. ഇതിൽ നിന്നൊരു ട്രോമയല്ല റിച്ചാർഡിനുണ്ടായത്, പകരം അവനും ഈ കാര്യങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിനുശേഷം റിച്ചാർഡ് പൂർണ്ണമായിട്ടും ഡ്രഗ്സിന് അടിമപ്പെട്ടു. അവൻ വലിയ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. പതുക്കെ സാത്താൻ സേവയിലേക്ക് ആകർഷിക്കപ്പെടുകയൊക്കെ ചെയ്തു. ശേഷം ലോകമറിഞ്ഞ നൈറ്റ് സ്റ്റോക്കറുടെ ആദ്യ കൊലപാതകം നടന്നത് 1984 ജൂണിൽ നടന്ന 79 വയസ്സുകാരിയായ ജെനി വിൻകോയുടേതാണെന്നാണ് പോലീസ് വർഷങ്ങളോളം കരുതിക്കൊണ്ടിരുന്നത്. എന്നാൽ റിച്ചാർഡ് റാമറസ് മരിക്കുന്നതിന് വെറും 4 കൊല്ലം മുന്നേ, അതായത് 2009 കാലിഫോർണിയ പോലീസ് പഴയ ചില കേസുകളുടെ DNA പരിശോധന നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തു വന്നത്. അതായത് 1984 ഏപ്രിൽ 10 സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ബേസ്മെൻറ്റിൽ വെച്ചിട്ട് മേ ലിയാങ് എന്ന് പറയുന്ന ഒരു 9 വയസ്സായ ചെറിയ ചൈനീസ് പെൺകുട്ടിയെ